വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി ബൈറ്റ്സ്. ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും കുറച്ച് ട്രിക്കുകളുടെ കൂടി നമ്മുടെ ബയോളജി ടോപ്പിക്സും അതുപോലെ CSIR നെറ്റ്സിലെ ടോപ്പിക്സും പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആണ് ഗ്ലൈക്കോലിസിസ്. ഫസ്റ്റ് തന്നെ എന്താണ് ഗ്ലൈക്കോലൈസിസ്? ഈ ഗ്ലൈക്കോലൈസിസ് എന്ന വേർഡിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഗ്ലൈക്കോ മീൻസ് എന്താണ്? ഗ്ലൂക്കോസ്. ലൈസിസ് മീൻസ് എന്താണ്? സ്പ്ലിറ്റിംഗ്. അതായത് ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗണിനെയാണ് സിംപ്ലി പറഞ്ഞാൽ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാരും റെസ്പിറേഷൻ ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് നമ്മൾ കളയാറുണ്ട് അല്ലെ? സോ നമ്മൾ ഇങ്ങനെ റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ആക്ച്വലി അതൊരു ബ്രേക്ക് ഡൗൺ പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പൊ എന്തിന്റെ ബ്രേക്ക് ഡൗൺ ആയിരുന്നു? ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് അവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് സെല്ലുലാർ റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ കാര്യം, ഈ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മൾട്ടി സ്റ്റെപ്ഡ് പ്രോസസ് ആണ്. ഓക്കെ, ആദ്യം ഗ്ലൈക്കോലിസിസ്, പിന്നെ ഓക്സിഡേറ്റീവ്, പിന്നെ പൈറുവേറ്റ്, ക്രിബ്സ് സൈക്കിൾ, ETC സൈക്കിൾ. ഇത്രയും പ്രോസസ്സ് ആണ് ഒരു റെസ്പിറേഷന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്സ് അടങ്ങിയ പ്രോസസ്സ് ആണ് ഒരു റെസ്പിറേഷന്റെ സെല്ലുലാർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതൊരു കാറ്റബോളിക് പ്രോസസ്സ് ആണ്. ഈ ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞ ഒരു കാറ്റബോളിക് പ്രോസസ്സ് ആണ്. അതായത് കാറ്റബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഡൗണിനെയാണ് നമ്മൾ കാറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം തന്നു, ആ സാധനത്തിൽ നമ്മൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ട് അല്ലെ ആറ്റംസ് ആയിട്ട് ബ്രേക്ക് ആവത്തില്ല, സ്മോൾ ആയിട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ആവും. അതിനെയാണ് നമ്മൾ കാറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഫോട്ടോസിന്തസിസ് ചിന്തിക്കും അതെന്താണ്? അത് അനബോളിക് പ്രോസസ് ആണ്. കാരണം എന്താണ്? അവിടെ നമ്മൾ എന്താണ്? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു അല്ലേ? നമ്മള് കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും വാട്ടറും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു കുറെ മോളിക്യൂൾസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാക്കുന്നു. ഗ്ലൂക്കോസ് പോലത്തെ കോംപ്ലക്സ് മോളിക്യൂൾ ആണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഫോട്ടോസിന്തസിസ് ആൻ അനബോളിക് പ്രോസസ്, ബട്ട് ഗ്ലൈക്കോലിസിസ് ആൻ കാറ്റബോളിക് പ്രോസസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാത്വേയിലേക്ക് പോവാം. സോ നമ്മുടെ ഈ സെല്ലുലാർ റെസ്പിറേഷനകത്തുള്ള എല്ലാ സ്റ്റെപ്പ് പാത്വേസും നമ്മൾ പഠിക്കും. ഫസ്റ്റ് പാത്വേ അതിനകത്ത് ഗ്ലൈക്കോലിസിസ് ആണ്. ഈ പാത്വേ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗ്ലൈക്കോലിസിസ് എന്ന പാത്വേനെ നമുക്ക് വേറൊരു പേരോട് വിളിക്കാം, EMP പാത്വേ. അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ 3 സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. സോ അവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് EMP പാത്വേ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പാത്വേ. That means a catabolic pathway that convert glucose into pyruvate. അതായത് ഞാൻ പറഞ്ഞു, ഇവര് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ആക്കുന്ന എന്ത് ഫോമിലേക്കാണ് ബ്രേക്ക് ഡൗൺ ആക്കി കളയുന്നത്? പൈറുവേറ്റ് എന്ന ഫോമിലേക്കാണ് ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയുന്നത്. നമുക്കറിയാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ മോളിക്യൂൾ ആണ് ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. പക്ഷെ പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ മോളിക്യൂൾ ആണ്. പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ മോളിക്യൂൾ ആണ്. അതായത് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് 2 മോളിക്യൂൾ ഓഫ് എന്താണ് കിട്ടുന്നത്? പൈറുവേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഗ്ലൈക്കോലിസിസ് എവിടാണ് ഒക്കർ ചെയ്യുന്നത്? നമ്മുടെ സെല്ലിൽ എവിടാണ് ഒക്കർ ചെയ്യുന്നത്? സൈറ്റോസോളിലാണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ആൻഡ് സൈറ്റോസോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ അതിൽ കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന ഫ്ലൂയിഡ് ഇല്ലേ, അതിനെയാണ് സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ. സൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗൻസും അതിൽ കിടക്കുന്ന മൈറ്റോകോൺഡ്രിയ, റൈബോസോം, ആ ഓർഗൻസിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കംപ്ലീറ്റ്ലി വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. ആ ഫ്ലൂയിഡിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത്. സോ സൈറ്റോസോളിലാണ് ഗ്ലൈക്കോലിസിസ് നടക്കുന്നത്. ഇതൊരു ഓക്സിജൻ ഇൻഡിപെൻഡന്റ് പ്രോസസ് ആണ്. അതായത് ഓക്സിജന്റെ സഹായം ഇല്ലാതെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. സെല്ലുലാർ റെസ്പിറേഷനിൽ ഓക്സിജന്റെ സഹായം ഇല്ലാതെ നടക്കുന്ന ഒരു പാത്വേ ആണ് ഈ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. അതായത് എയറോബിക് ആയാലും അനേറോബിക് ഓർഗാനിസിന്റെ കേസിൽ എന്ത് നടക്കുന്നുണ്ട്? ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് കോമൺലി നടക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിനെയാണ് ഗ്ലൈക്കോലിസിസിൽ ബ്രേക്ക് ഡൗൺ ആക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ആണല്ലോ. അപ്പൊ പ്ലാന്റില് ഒരിക്കലും ഗ്ലൂക്കോസ് എന്ന ഫോമിൽ എല്ലായിരിക്കും അവരുടെ ഫുഡിനെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അവർ സൂക്രോസ് എന്ന ഇൻസോൾബിൾ ഫോമിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സൂക്രോസ് എന്ന ഇൻസോൾബിൾ ഫോമിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാം, ഈ സൂക്രോസ് എന്ന് പറഞ്ഞൊരു ഡൈസാക്രൈഡ് ആണ് അല്ലെ? സൂക്രോസ് എന്ന് പറഞ്ഞൊരു ഡൈസാക്രൈഡ് ആണ്. അതായത് ഡൈ എന്ന് പറഞ്ഞാൽ 2 മോണോസാക്രൈഡ് ചേർന്നിട്ടുണ്ടാവുന്നതാണ് ഡൈസാക്രൈഡ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഗ്ലൂക്കോസും
ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും കൂടെ ചേർന്നുണ്ടാവുന്ന ഒരു സാധനമാണ് സൂക്രോസ് എന്ന് പറയുന്നത്. സോ ആ ഫോമിലായിരിക്കും പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവിടെ ഫുഡ് മോളിക്യൂൾസ്. അതിനെ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിനെ നമ്മൾ ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ടും പ്ലാന്റ് ചില പാത്വേ വഴി കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് ആണ് പിന്നെ ഗ്ലൈക്കോലിസിസ് പാത്വേയിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രക്ടോസും ഗ്ലൈക്കോലിസിസ് പാത്വേയിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അത് ഫർദർ ആയിട്ട് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്ത് തരാം. നമ്മുടെ കേസിലും ഹ്യൂമന്റെയും ആനിമൽസിന്റെ എല്ലാം കേസിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ്, കാർബോഹൈഡ്രേറ്റ് ചെയ്ത് ഫോമില സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത് ഗ്ലൂക്കോസ് ഫോമിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഗ്ലൂക്കോസ് ആണ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, ഗ്ലൈക്കോലിസിലേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്ന പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ക്ലിയർ? ഓക്കെ. The freely energy released during the biochemical reaction in the glycolysis is used to generate ATP. ശരിക്കും ഗ്ലൈക്കോളിസിസ് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പം ഓടണം, ചാടണം, എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എനർജി വേണം. നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ATP ആണ്. ഓക്കെ. സോ ആ ATP ഉണ്ടാക്കുന്ന പ്രോസസ്സ്, ATP ഉണ്ടാവണം, അതിനുവേണ്ടി നയിക്കുന്ന പ്രോസസ്സുകളാണ് ഈ ഗ്ലൈക്കോളിസിസ്, ETC സൈക്കിൾ എന്നൊക്കെ പറഞ്ഞല്ല. കാരണം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് നടന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് ഒരുപാട് ATP ലഭിക്കുകയും നമുക്ക് ഒരുപാട് എനർജി ലഭിച്ച് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 സ്റ്റെപ്പ് ഉള്ള ഒരു പ്രോസസ്സാണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ. 10 സ്റ്റെപ്പാണ്. കേൾക്കുമ്പോൾ 10 നമുക്ക് സിംപിൾ ചെയ്ത് പഠിക്കാം. 10 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ ആ ഒരു 5 സ്റ്റെപ്പിനെ നമ്മൾ എനർജി ഇൻവെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്, അവിടെ നമ്മൾ എനർജി കൊടുക്കുന്നുണ്ട്, ആ പാത്വേയിൽ അവർ എനർജി കൊടുക്കുന്നുണ്ട്. എന്തോ പ്രിപ്പയർ ചെയ്യത്തില്ല. നമ്മളിപ്പോ ഒരു സാധനം, നമുക്കിപ്പോ എന്താണ്, ഇപ്പൊ നമുക്ക് എക്സാം വന്നെങ്കിൽ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണും, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ. അപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമം എനർജി അവിടെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ അവരുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 5 സ്റ്റെപ്പ്. 6 തൊട്ട് 10ാമത്തെ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്നത് എനർജി റിലീസിങ് ഫേസ് അല്ലെ പേ ഓഫ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ എക്സാം അത്യാവശ്യം നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു, എല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ. എത്ര അവർ ഇൻവെസ്റ്റ് ചെയ്തോ, അവർ ആ ഒരു പ്രിപ്പയർ ചെയ്തോ, അതിന്റെ എന്താണ്, അവർക്ക് അതിന്റെ ഒരു ആ ഒരു ഫലം ലഭിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു 6th തൊട്ട് 10th സ്റ്റെപ്പിൽ അവർക്ക് എന്ത് എനർജി അവർ പ്രൊഡ്യൂസ് ആണ് ചെയ്യുന്നത്, ആ സ്റ്റെപ്പിൽ പ്രൊഡ്യൂസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ആ നെറ്റ് ഗെയിൻ ആണ് ഇമ്പോർട്ടന്റ്. ടോട്ടലി നമുക്ക് ഗ്ലൈക്കോലിസിസിനകത്തുള്ളത് നമുക്ക് ടോട്ടലി 4 ATP ആണ് ഗ്ലൈക്കോലിസിസിന്റെ ആ ഒരു എനർജി റിലീസിങ് ഫേസിൽ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ 2 ATP ഓൾറെഡി ഫസ്റ്റ് ഫേസിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. കാരണം ഇതൊരു സൈക്കിൾ പോലെ നടക്കുന്നതാണ്. സോ അത് ഓൾറെഡി 2 യൂസ് ചെയ്യും. സോ ബാക്കി നമ്മുടെ 2 വരത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ 2 ATP, പിന്നെ നമുക്ക് 2 NADH ഉണ്ടാവാറുണ്ട്, പിന്നെ 2 പൈറുവേറ്റ്. 2 പൈറുവേറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലൂക്കോസ് പറഞ്ഞ ഒരു കാർബണിന്റെ 6 കാർബണിന്റെ മോളിക്യൂൾ ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 കാർബണിന്റെ 2 മോളിക്യൂൾ ഓഫ് എന്ത് കിട്ടും, പൈറുവേറ്റ് കിട്ടും. സോ നമുക്ക് നെറ്റ് ഗെയിൻ എന്താണ്, 2 മോളിക്യൂൾ ഓഫ് ATP, 2 മോളിക്യൂൾ ഓഫ് NADH ആൻഡ് 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ.